സ്വന്തം ശരീരം വൃത്തിയായി സൂക്ഷിക്കാനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. എങ്കിലേ വീട് എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഴിയണമെന്ന ബോധം ഉണ്ടാകൂ. വെള്ളം ചിലവാക്കേണ്ടിടത്ത് അതിന് പിശുക്ക് കാണിക്കരുത്. ശരീരം ശുദ്ധമായാൽ അതുവഴി നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അശുദ്ധമായ ശരീരത്തിൽ നല്ലൊരു മനസ്സിന് പ്രവർത്തിക്കുവാൻ കഴിയില്ല. ആ നല്ല മനസ്സിൻ്റെ പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ശരീരശുദ്ധി അനിവാര്യമാണ്. വെറുതെ കുറെ പൗഡറിട്ട് പൊട്ടുകുത്തി നടന്നാൽ പോരാ. ഇത്തരം നല്ല പാഠങ്ങൾ നമ്മ തന്നെ കുഞ്ഞുങ്ങളിൽ പകർന്നു കൊടുത്ത് വളർത്തണം. ശരീരശുദ്ധി ഇല്ലാത്ത വ്യക്തി എപ്പോഴും അശുദ്ധിയുടെ പിടിയിൽപ്പെടുന്നു. ശരീരം വൃത്തിയാക്കുക വഴി നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമാക്കാൻ കഴിയും. കുളിക്കുമ്പോൾ ശരീരം അല്പസമയമെടുത്ത് അഴുക്ക് പൂർണ്ണമായും കഴുകിക്കളയുവാൻ ശ്രമിക്കുക. ശരീരം ഒരു വീടാകുന്നു. ശരീരം നല്ലതുപോലെ വൃത്തിയായാൽ നമ്മുടെ വീട് വൃത്തിയായതിന് തുല്യമാകുന്നു. അതുവഴി നമ്മുടെ വീട് എങ്ങനെ ശുദ്ധമാക്കി സൂക്ഷിക്കാൻ കഴിയുമെന്ന ബോധവും കൂടി ഉദിക്കുന്നതാണ്.